ജിമെയിൽ സ്റ്റോറേജ് ഫുള്ളാവുന്ന ആ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കിങ്ങനെ നമ്മുടെ ആ ഒരു ജിമെയിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് തുറന്നു വരുന്ന വിൻഡോയിൽ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 91% ഓഫ് സ്റ്റോറേജ് യൂസ്ഡ്. അവിടെ ഒരു റെഡ് ലൈൻ വന്ന് കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോറേജിലാണ് നമ്മുടെ മെയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു മുകളിൽ കാണുന്ന ആ മെയിൽ ഐ ഡിയിലല്ല നിങ്ങൾക്ക് ഔട്ട് ഓഫ് സ്റ്റോറേജ് വന്നിരിക്കുന്നത്, വേറൊരു മെയിൽ ഐ ഡിയിലാണ് എന്നുണ്ടെങ്കിൽ ആ മെയിൽ ഐ ഡി ആയിരിക്കണം ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമുക്ക് 15 GB ആണ് നമുക്ക് ഗൂഗിൾ തരിക. അപ്പോൾ അതിനകത്ത് ഗൂഗിൾ ഡ്രൈവിന് വേണ്ടിയിട്ടും ഗൂഗിൾ ഫോട്ടോസിന് വേണ്ടിയിട്ടും ഗൂഗിൾ മെയിലിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഡേറ്റ ചിലവാകുന്നുണ്ട്. അതിൻ്റെ പുറമെ ഇപ്പോൾ വാട്സപ്പിൻ്റെ ബാക്കപ്പും നമ്മൾ ഈ ഒരു ജിമെയിലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും വന്ന് കിടക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു മെയിൽ സ്റ്റോറേജ് പെട്ടെന്ന് ഫുൾ ആവുന്നത്. അപ്പോൾ അതെങ്ങനെ ഒന്ന് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മാനേജ് സ്റ്റോറേജ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. അപ്പോൾ അതിനകത്ത് നമുക്ക് കൂടുതൽ സ്റ്റോറേജ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാക്കേജൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പാക്കേജ് എടുക്കാം. മന്ത്ലി അതിന് വേണ്ടിയിട്ട് നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതല്ല, നമ്മുടെ ഇപ്പോൾ ഉള്ള ആ സ്റ്റോറേജ് നമുക്ക് ഫ്രീ ആക്കിയാൽ മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, താഴേക്ക് നോക്കുക, സ്റ്റോറേജ് യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് റെഡ് ലൈൻ കാണിക്കുന്നുണ്ട്. ഇത്രയും സ്റ്റോറേജ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കി സ്റ്റോറേജ് നമുക്കിവിടെ ഉള്ളൂ. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ മോർ ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണിച്ചു തരും ജിമെയിലിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 9 GB നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 4.1 GB നമ്മൾ എടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഡ്രൈവിന് വേണ്ടിയിട്ട് നമ്മൾ 625 MB എടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഫോട്ടോസിന് വേണ്ടിയിട്ട് 17 MB എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഡേറ്റ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ടാത്ത ഡേറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം, ഒന്ന് ക്ലീനപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് താഴെയുള്ള ക്ലീനപ്പ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിനകത്ത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലീനപ്പ് സജസ്റ്റഡ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹെഡിങ്ങിനടിയിൽ നമുക്കിവിടെ ഓരോ ഐക്കണുകളായിട്ട് കാണാനായിട്ട് സാധിക്കും. ബിന്നിൽ നമുക്ക് 2 MB പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പാം മെയിലായിട്ട് 51 KB പോയിട്ടുണ്ട്. അതുപോലെ ലാർജ് അറ്റാച്ച്മെന്റ്സ് ഉള്ള മെയിലുകൾ വന്നിട്ടുണ്ട്, അത് 7 GB ഉണ്ട്. അതുപോലെ തന്നെ ലാർജ് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് 625 MB ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് റിവ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് വേണ്ട ഫയൽസിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് വേണ്ടാത്ത ഫയൽസിനെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അതിൻ്റെ താഴേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഓരോന്നിലും പോയതിന് ശേഷം അവിടുന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫയലിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ ഓരോ കാറ്റഗറി അനുസരിച്ച് സെലക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ജിമെയിൽ ആണെന്നുണ്ടെങ്കിൽ ജിമെയിൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ജിമെയിലിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വലിയ അറ്റാച്ച്മെൻറ്റ്സ് ഉള്ള ആ മെയിലുകൾ കാണിക്കും. അതിനകത്ത് നമുക്ക് വേണ്ടാത്ത മെയിൽ ഏതാണോ അത് നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒന്നാമത്തെ മെയിൽ ഞാൻ സെലക്ട് ചെയ്തു, അതെനിക്ക് വേണ്ട. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ മെയിൽ എനിക്ക് വേണമെന്ന് കരുതിക്കോ, അതെനിക്ക് വേണ്ട മെയിലാണ്, അതുകൊണ്ട് തന്നെ അത് ഞാൻ കളയുന്നില്ല. അതിനുശേഷം മൂന്നാമത്തെ മെയിൽ എനിക്ക് വേണ്ട, നാലാമത്തെ മെയിൽ എനിക്ക് വേണ്ട. അങ്ങനെ താഴേക്ക് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിൽ നോക്കുക, ഇത്ര MB ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറയും ഇത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പോവാണ് എന്ന് പറയും. അവിടെ നമ്മൾ ഈ ഒരു ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡിലീറ്റഡ് ഐറ്റംസ് കാൺ ബി റിക്കവേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ടിക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പെർമനൻ്റ്ലി ഡിലീറ്റ് കൊടുക്കുക. ആ സമയത്ത് അത്രയും സ്പേസ് നമുക്ക് റിക്കവറായി കിട്ടും. ഇനി ബാക്കിലേക്ക് പോയതിന് ശേഷം താഴേക്ക് വരിക. അതിനുശേഷം നമ്മളിപ്പോൾ ജിമെയിലാണ് കറക്റ്റ് ചെയ്തത്. ഇനി നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകാം. ഗൂഗിൾ ഡ്രൈവിലേക്ക് പോയതിന് ശേഷവും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് വേണ്ടാത്ത ഫയൽസ് ഇതേപോലെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3 ഫയൽസ് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം താഴേക്കുള്ള ആ ഒരു ഇമേജ് ഫയൽസൊക്കെ എനിക്ക് വേണം, അതുകൊണ്ട് തന്നെ അത് ഞാൻ കളയുന്നില്ല. അതിനുശേഷം ഷോ മോർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും താഴേക്ക് ഫയൽസ് ലോഡാവും. അപ്പോൾ ഇത്രയും ഫയൽസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ 3 ഐറ്റംസ് ആണ് എനിക്ക് വേണ്ടാത്തത്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടുന്ന് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ബാക്കിലേക്ക് പോകുന്നു. അതിനുശേഷം നമ്മൾ ഗൂഗിൾ ഫോട്ടോസിലേക്ക് വരുന്നു. ഗൂഗിൾ ഫോട്ടോസിൽ എനിക്കൊരു ഫോട്ടോ മാത്രമേ ഉള്ളൂ, അതെനിക്ക് വേണ്ട ഫോട്ടോ ആണ്, അതുകൊണ്ട് തന്നെ ഞാനതവിടെ ഇടുകയാണ്. അതിനുശേഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ ക്ലീനപ്പ് അതർ ഐറ്റംസ് എന്നുള്ള ആ ഒരു ഹെഡിങ്ങിൻ്റെ താഴെ നമുക്ക് വാട്സപ്പ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് വാട്സപ്പിൻ്റെ ബാക്കപ്പ് നമ്മളിവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ആ ഒരു വാട്സപ്പിൻ്റെ ബാക്കപ്പ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നോക്കുക, ഈ ഒരു നമ്പറിലുള്ള വാട്സപ്പിൽ നിന്ന് ആ ഒരു ബാക്കപ്പ് എടുത്ത് വെച്ചിരിക്കുകയാണ്. 4.1 GB ആണ് ആ ഒരു ബാക്കപ്പ് ഇവിടെ ഉള്ളത്. ആ ഒരു ബാക്കപ്പ് നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്ത്
കളഞ്ഞാൽ വീണ്ടും ആ ഒരു 4.1 GB നമുക്ക് തിരിച്ചു കിട്ടും. അത് വാട്സപ്പിൻ്റെ ബാക്കപ്പ് ആയത് കാരണം അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്കപ്പ് പോയി, പിന്നീട് നമുക്ക് ബാക്കപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ബാക്കപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ആ മെയിൽ ID നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലേക്കായിരിക്കും നമ്മുടെ വാട്സപ്പിൻ്റെ ബാക്കപ്പ് പോവുക. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മുകളിലേക്ക് പോവുക. അതിനുശേഷം മാനേജ് ഓൺ വാട്സപ്പ് എന്ന് പറയുന്ന ആ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ വാട്സപ്പിൻ്റെ ബാക്കപ്പ് നമുക്ക് ഏത് മെയിലിലേക്കാണോ എടുക്കേണ്ടത് ആ മെയിൽ ID മാറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പേജിലേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടെ നോക്കുക, ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വാട്സപ്പിന് വേണ്ടി പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മെയിൽ ID നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇവിടെ അത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആഡ് അക്കൗണ്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇമെയിൽ, ഫോൺ ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്കത് പുതിയ അക്കൗണ്ട് വാട്സപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ബാക്കപ്പ് എടുത്ത് വെക്കുക. അതിലേക്ക് ബാക്കപ്പ് എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പഴയ മെയിൽ ID വന്നതിന് ശേഷം ഈ ഒരു ബാക്കപ്പ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര GB ആണ് നിങ്ങളുടെ മൊബൈലിലുള്ളത് അത്രയും GB നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് വേണ്ടാത്ത ഫയൽസ് എല്ലാം ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഗൂഗിൾ അക്കൗണ്ടിൻ്റെ അത്രയും സ്പേസ് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. നോക്കുക, ഇവിടെ നമ്മൾ വെറും 15% മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് 85% സ്പേസ് നമുക്ക് ഫ്രീ ആക്കി കിട്ടിയിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. തുടക്കത്തിൽ നമുക്കറിയാം 91% ഫുള്ളായിരുന്നു, അത്രയും സ്റ്റോറേജ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിപ്പോൾ 15% ആയിട്ട് മാറിയിരിക്കും, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ഒരു പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഇതറിയാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.